മൂന്നാം ക്ലാസ്സുകാരനോട് രണ്ടാനച്ഛന്റെ ക്രൂരത. വികൃതി കാട്ടിയതിന് കാലിൽ തേപ്പ് വെട്ടിവെച്ച് പൊള്ളിച്ചു. ചവറ തെക്കും ഭാഗത്താണ് സംഭവം. രണ്ടാനച്ഛൻ മൈനാഗപ്പള്ളി സ്വദേശി കൊച്ചനിയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചവറ തെക്കും ഭാഗത്താണ് സംഭവം. മൂന്നാം ക്ലാസ്സുകാരനോടാണ് രണ്ടാനച്ഛൻ ക്രൂരത കാട്ടിയത്. വികൃതി കാട്ടിയതിന് കുഞ്ഞിന്റെ കാലിൽ ഇസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളിക്കുകയായിരുന്നു. രണ്ടാനച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൈനാഗപ്പള്ളി സ്വദേശി കൊച്ചനിയനെയാണ് അറസ്റ്റ് ചെയ്തത്. കേരളീയ സംഭവം തന്നെ അറിയിച്ചു. അങ്ങനെ നമ്മൾ പഞ്ചായത്ത് മെമ്പർ സ്കൂളിലെ അക്കൗണ്ട്സും ചേർന്ന് കുട്ടിയെ സ്റ്റേഷനിൽ കൊണ്ടുപോകും. വിധമായ മെഡിക്കൽ എയ്ഡ് കുട്ടി കൊടുക്കും. ശേഷം കുട്ടിയെ വിശദമായിട്ട് മൊഴിയെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് എടുക്കുന്നു. കുഞ്ഞിനെ നോക്കുന്നത് അമ്മയുടെ മാതാവും രണ്ടാനച്ഛനുമാണ്. കുട്ടിയെ സംരക്ഷിക്കേണ്ടവർക്കെതിരെ കേസെടുക്കുന്നു. പറയുന്നതനുസരിച്ച് ബാക്കി കണ്ടുപിടിക്കണം. കുട്ടിയുടെ മൊഴി എന്താ? കുട്ടിയെ സംരക്ഷിക്കേണ്ട രണ്ടാനച്ഛൻ 2 ദിവസം മുമ്പ് ഏതോ ഒരു ടേപ്പിട്ട് വെച്ച് ഒരു വിളിച്ചാണ് പറയുന്നത്. മുമ്പൊരിക്കലും സംഭവിച്ചായിട്ട് കുട്ടി പറയുന്നുണ്ട്. കൂടുതലായിട്ട് പ്രശ്നം 6-ാം തീയതി മുമ്പ് ഇതുപോലെ ചൂട് ചേർത്ത് വെച്ച് കുളിച്ചായിട്ട് കാര്യം പിടിക്കും. ഓരോരുത്തർ ഇഞ്ചറി ഉണ്ട്. മെഡിക്കൽ നടത്തിയിട്ടുണ്ട്. ബാക്കി നടപടി ചെയ്യുന്നുണ്ടെങ്കിലാണ് പ്രതിയുടെ മറ്റു അറസ്റ്റും മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കുഞ്ഞിന്റെ അമ്മ വിദേശത്താണ്. പരിക്കേറ്റ കുട്ടിയെ CWCയിലേക്ക് മാറ്റി. വീട്ടിൽ കാണിച്ച വികൃതിക്കാണ് രണ്ടാനച്ഛൻ ക്രൂരമായ ശിക്ഷ നൽകിയത്. പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ലെന്നാണ് കുട്ടിയുടെ മൊഴി. പോലീസ് കുഞ്ഞിൽ നിന്നും വിശദമായ മൊഴിയെടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ നോക്കുന്നത് അമ്മയുടെ മാതാവും രണ്ടാനച്ഛനുമാണ്. ഇത്തരത്തിൽ നേരത്തെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ചെയ്തു പോയതെന്നാണ് രണ്ടാനച്ഛൻ പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ.